മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണുന്നു. കോൺഗ്രസ് പരാതി നൽകിയോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ ചെയ്ത കാര്യങ്ങൾ പറയും. പുതിയൊരു പ്രഖ്യാപനം എന്തെങ്കിലും ആണെങ്കിൽ അത് മനസ്സിലാക്കുക. നേരത്തെ നടപ്പിലാക്കി അതിൻ്റെ ഭാഗമായി കുറേയേറെ നീക്കങ്ങൾ നടത്തിയ വിഷയങ്ങൾ ഇനിയും പറയും. ഈ പരിപാടിൻ്റെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച ബാനർ ഇലക്ഷൻ കമ്മീഷൻ്റെ ആൾക്കാർ വന്ന് മാറ്റിയെന്നും അതിനുശേഷമാണ് നളന്തയിലേക്ക് പരിപാടി വെച്ച് ആദ്യം ഇൻഡോർ സ്റ്റേഡിയം. അല്ല, ഞാനതൊന്നും അറിയില്ല. ഞാനിപ്പോൾ അവിടെ പരിപാടിയിൽ വന്നു പറയേണ്ട കാര്യങ്ങൾ അത് ഞാൻ പങ്കെടുക്കുമ്പോൾ പിന്നെ എൻ്റെ ചിത്രം വെക്കുമല്ലോ ഒന്ന്. ഞാൻ പങ്കെടുക്കുമ്പോൾ പിന്നെ അതായത് ചിത്രമോ പേരോ ഉണ്ടാവും, എനിക്കറിയില്ല. അതെനിക്കറിയില്ല. അതിനെക്കുറിച്ച് മറ്റെന്തെങ്കിലും കാര്യങ്ങളൊന്നും അറിയില്ല. അവിടെ ഒരു സ്പോർട്സ് ഫ്രറ്റർണിറ്റി എന്ന പേരിലാണ് അവർ നടത്തിയിട്ടുള്ളത്. അവിടെ ഒരു സ്വകാര്യ ഹാളിലാണ് നടത്തിയിട്ടുള്ളത്. സ്വാഭാവികം അങ്ങനെ പല സ്പെഷ്യൽ യോഗങ്ങൾ പലതും എന്തൊക്കെ നടക്കുന്നു എല്ലാ നിലയിലും അതെല്ലാവരും നടത്തുന്നുണ്ടല്ലോ. അങ്ങനത്തെ യോഗങ്ങൾ. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വീഡിയോഗ്രാഫറെ സ്ഥാനാർത്ഥി അടക്കം ചേർന്ന് പുറത്തേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ പ്രസംഗം കഴിഞ്ഞ് പോയി. മറ്റു കാര്യം എനിക്കറിയില്ല. എന്താണെന്ന് ശ്രദ്ധപ്പെട്ടിട്ടില്ല. ഇല്ല, അതും അവരങ്ങനെ ചെയ്യുന്ന ആളുകളില്ലല്ലോ. അവരായിട്ട് എന്താ സംസാരിച്ചെന്നുള്ളത് അവരോട് സംസാരിക്കേണ്ട. അങ്ങനെ പെരുമാറ്റച്ചട്ട ലംഘനം നടത്തുന്ന ആളുകളൊന്നുമില്ല. അവരൊക്കെ ദീർഘകാലമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ ഈ പിടിച്ചുകൊണ്ടതിന് ശേഷം പിന്നീട് ചിത്രീകരണം നടത്തിയിട്ടില്ല. അവിടെ മൊബൈൽ ഫോൺ ഇഷ്ടം പോലെ അല്ലേ, എല്ലാവരും വീഡിയോ ഒക്കെ എടുത്തല്ലേ, നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ. അത് ഞാനിപ്പോൾ എങ്ങനെ അറിയാമെന്ന് അതൊക്കെ അതിപ്പോൾ പല സ്ഥലത്ത് എവിടെയാണോ നടത്തി. എന്നോട് പരിപാടിയിൽ വരാൻ വേണ്ടി പറഞ്ഞു, നളന്തയിൽ വരാൻ വേണ്ടി പറഞ്ഞു. അതിന് മുമ്പ് എവിടെയൊക്കെയാണ് അത് ആലോചിച്ചത്, അതിൻ്റെ വർക്ക് എന്താ, അതൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ.